ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ യോ ആണെങ്കിൽ പണ്ണിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താഴത്തായിട്ട് ഒരു ശവപ്പെട്ടി കാണുന്നുണ്ട്. ഇത് കണ്ട് പേടിക്കുന്ന നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ പുറയിലേക്ക് മാറുമ്പോൾ അവന്റെ പുറയിലായിട്ട് ഒരു രൂപം വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ യോയ്ക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യോ പെട്ടെന്ന് തന്നെ മാറുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഒരു രൂപത്തെ കണ്ട് പേടിച്ചിട്ട് നേരെ താഴത്തേക്ക് വന്ന് വീഴാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ പൺ തന്നെയാണ്. പണ്ണിന്റെ വായിലാന്നുണ്ടെങ്കിൽ വലിയൊരു കോമ്പല് പോലത്തെ പല്ലൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കണ്ട് പേടിച്ച് യോ ആണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പണ്ണാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ 1000 വർഷം കൊണ്ട് ജീവിക്കുന്ന ഒരു വാമ്പയർ ആണ്, എനിക്ക് ഇതിന്റെ ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ യോയെ കടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. യോ എന്നുണ്ടെങ്കിൽ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്, പ്ലീസ് എന്നെ വിട്ടേക്ക്, നീ എന്നെ കടിക്കാന്നുണ്ടെങ്കിൽ ഞാനൊരു വാമ്പയർ ആവുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. നമ്മുടെ യോ പേടിക്കുന്ന കാണുമ്പോൾ പണ്ണാന്നുണ്ടെങ്കിൽ ചിരി വരികയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ വായിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് പല്ലെടുത്ത് മാറ്റുന്നുണ്ട്. ഇവനിതെടുത്ത് മാറ്റുന്ന കാണുമ്പോൾ നമ്മുടെ യോയ്ക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. യോയി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പൺ ചോദിക്കുന്നുണ്ട്, നീ എന്താ പേടിച്ചു പോയോന്നൊക്കെ. ആര് പേടിച്ചു? ഞാൻ പേടിച്ചു പോയെന്ന്? ഞാനൊന്നും പേടിച്ചു പോയിട്ടില്ലാന്ന്, ഞാൻ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തില്ലേ, നിനക്ക് വാമ്പാനെ ഇഷ്ടമല്ലേ എന്നൊന്നും അറിയണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് നീ എന്തൊക്കെ പറയുന്നത്, അല്ലെ തന്നെ ഒരു വാമ്പാനെ ആരെങ്കിലും ഇഷ്ടപ്പെടുമെന്നൊക്കെ യോ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ പണ്ണാണെങ്കിൽ നീ വിചാരിക്കും പോലെയല്ല, ഈ ലോകത്ത് നല്ല വാമ്പേഴ്സ് ഉണ്ടെന്ന് അവൻ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അല്ല അതൊക്കെ പോട്ടെ, നീ എന്റെ അടുത്ത് എന്തോ പറയേണ്ടി വന്നില്ലേ, എന്താ പറയാനുള്ളത് എന്ന് നമ്മുടെ പൺ ചോദിക്കുമ്പോഴേ എനിക്കിനി നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനാണ് വിയർഡോ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പണ്ണാന്നുണ്ടെങ്കിൽ എന്തോന്ന് വിയർഡോയോ, ഇവനെന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയ പാടെ തന്നെ നമ്മുടെ യോ അടുത്ത പ്രാവശ്യം കാണാന്ന് പറയുന്നുണ്ട്. യോ എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് നമ്മൾ ഒരിക്കലും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെട്ടിട്ട് റൂമിനകത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ പണ്ണാണെങ്കിൽ ഇത് ശരിക്കും ഫണ്ണായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവൻ നേരെ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്ന പാടെ തന്നെ ക്യാൻറ്റീൻസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് പണ്ണ് അവനെ പറ്റി നമ്മുടെ അടുത്ത് പറയാണ്, അവൻ ശരിക്കും ഒരു വാമ്പയർ തന്നെയാണ്, അവൻ വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജീവിക്കുകയാണ്, അവന് ചുറ്റുപാടുള്ള ആൾക്കാർ ജനിക്കുകയും ചെയ്യുന്നുണ്ട്, വളരുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവസ്ഥയിലോ അവരെല്ലാം മരിച്ചു പോകുന്നുണ്ട്. ഞാൻ എന്റെ ഈ ഹാൻഡ്സം ഫേസ് കൊണ്ട് വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ്, എനിക്ക് നൂഡിൽസ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ബ്ലഡ് ഉണ്ടല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു കടക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയാലും അതിനകത്ത് ഗാളി കിട്ടേണ്ടേ തരത്തുള്ളൂ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഗാളിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ലൈഫ് ഞാൻ ജീവിച്ച് മടുത്ത്, അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ മരിക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്നെടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ അവനൊരു വാമ്പർ അല്ലേ, അവൻ താഴത്തേക്ക് വീഴുന്ന കാരണം അവന് ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റുന്നുള്ളൂ, അവൻ മരിച്ചൊന്നും പോകുന്നില്ല. അപ്പുറത്തായിട്ട് അവന്റെ കൊടയും കിടപ്പുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം തടയാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ കൊടയും പിടിക്കുന്നുണ്ട്. സൂര്യപ്രകാശം അവന്റെ മേത്തേക്ക് അടിക്കുമ്പോൾ അവൻ ബേണാവുന്നുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ അതിനുശേഷം ഇവനാണെങ്കിൽ ഒരു ഗുണ്ടാ സംഘത്തിൽ പോയി ചെന്ന് ചേരുവാണ്. അങ്ങനെ അവിടെ ചെന്ന് ചേർന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാലും എതിർ ഗ്യാങ്ങായിട്ട് അടി ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ടൈമിൽ അവരുടെ ആരെയും കൈ കൊണ്ട് മരിക്കാലോ എന്ന് എഴുതിയിട്ടാണ്. അങ്ങനെ ഗൺ ഷൂട്ട് നടക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവനാണെങ്കിൽ നെഞ്ച് വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെടിയേക്കുന്നുണ്ട്. ഇവൻ നേരെ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഇവന് മനസ്സിലൊരു ആശ്വാസം ഉണ്ടാവാണ്, ഞാൻ ഉടനെ തന്നെ മരിച്ചു പോകും. അങ്ങനെ ഇവൻ സൂര്യന്റെ അടുത്ത് യാത്ര പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്റെ പ്രകാശം എന്റെ മേത്തേക്ക് അടിക്കത്തില്ലല്ലോ, അതേപോലെ തന്നെ എനിക്ക് അടുത്തൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ ഞാനൊരു പൂച്ചയായിട്ട് ജനിക്കണം. അയ്യോ പൂച്ചയൊന്നും വേണ്ട, പൂച്ചയ്ക്ക് 9 ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് പൂച്ച ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ കണ്ണടച്ചടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ പോർക്ക് ബ്ലഡ് സൂപ്പിന് സ്മെല്ല് അടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു സ്മെല്ല് എവിടുന്നാ വരുന്നത്, ഈ സ്മെല്ല് സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. മരിച്ചുപോയ ഒരാൾക്ക് സ്മെല്ല് അടിക്കത്തില്ലല്ലോ. അങ്ങനെ അതിനുശേഷം ഇവനാണെങ്കിൽ ആ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പ് പോയി ചെന്ന് കഴിക്കുകയാണ്. അങ്ങനെ അവൻ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ കഴിച്ചേം പോരാഞ്ഞിട്ട് കുറെ പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴും അവന്റെ മേത്താന്നുണ്ടെങ്കിൽ ഒരുപാട് ഗൺഷൂട്ടിന്റെ പാടുണ്ട്. അപ്പൊ അവൻ ആലോചിക്കുന്നത് എല്ലാരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ എന്റെ കാര്യം ഇനി മുതൽ അങ്ങനെയല്ല, ഇനി ഞാൻ പോർക്ക് ബ്ലഡ് സൂപ്പിന് വേണ്ടിയിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ലൈഫ് ആ ഒരു രീതിക്ക് അങ്ങ് വിട്ടേക്കുവാണ്. ഇപ്പൊ ഇവൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ഒരു ശബ്ദം ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ പാട്ടൊക്കെ ഉറക്കെ ഇട്ടിട്ട് ആ ഒരു ഷോപ്പെട്ടി വന്ന് കിടക്കാണ്. അപ്പൊ അവന്റെ മൈൻഡില് മുമ്പൊക്കെ എനിക്കാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമേ ഇല്ലായിരുന്നു, പക്ഷെ യോ എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ കൂളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ നമ്മളടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം പണ്ണാണെങ്കിൽ ആ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പ് വിൽക്കുന്ന ആ ഒരു തട്ടുകടയില്ലേ അവിടെ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട മൂടിയിട്ടേക്കാണ്. അപ്പൊ ഇനി മുതൽ അവിടെ കട പ്രവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആ ഒരു കുട്ടിപ്പെണ്ണ് വരുന്നുണ്ട്. ആ ഒരു കടയിൽ സെർവ് ചെയ്തോണ്ടിരുന്നില്ലേ ആ ഒരു പെണ്ണാണ്, അവളുടെ പേര് കമ്മീസ എന്നാണ്. കമ്മീസ എന്നുണ്ടെങ്കിൽ പണ്ട് അടുത്തേക്ക് വന്നിട്ട് ഇനി മുതൽ ഇവിടെ ഒരു കട കാണത്തില്ല, ഇവിടെ വിൽക്കുന്നത് ഭയങ്കര നഷ്ടത്തിലാണെന്നാണ് കടയുടെ ഓണർ പറഞ്ഞത്, അതുകൊണ്ട് സ്ഥലം മാറ്റി എന്നൊക്കെ പറയാണ്. നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. ഇവനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ ദൂരത്ത് നിന്നും നമ്മുടെ യോം കാണുവാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് അവന്റെ ക്യാറ്റിനെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അവന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അവൻ മാറ്റി വെച്ചേക്കുന്നത് ഈ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതും കിട്ടാനില്ല, അതൊക്കെ ആലോചിച്ചിട്ടാണ്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മീസ് വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവനുള്ള ആ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പുമായിട്ടാണ് വന്നിരുന്ന പാടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ റൂമൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഒരുമാതിരി വീടായിട്ടുണ്ടല്ല, നീ ശരിക്കും വാമ്പയർ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ആ ഒരു പാക്കറ്റിലേക്ക് നോക്കിയിട്ട് ഞാൻ ശരിക്കും വാമ്പയർ ആണെന്ന് പറയണേ. എന്തോന്ന് നീ വാമ്പയർ ആണെന്നോ, എനിക്ക് തോന്നുന്നില്ല നീ വാമ്പയർ ആണെന്ന്, എനിക്കെന്താ
മനസ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, സൈക്കാട്രിസ്റ്റിനെ പോയി ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഇവളുടെ കയ്യിലോട്ടുള്ള പാക്കറ്റ് നോക്കിയിരിക്കുകയാണ്. ഇവളിത് എപ്പോഴാണെന്ന് അഴിക്കാന്ന് നോക്കിക്കൊണ്ട്. പക്ഷെ നമ്മുടെ കമ്മീസിയാന്നുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിന്റെ പുറത്ത് ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ അപ്പൊ പിന്നെ നീ ശരിക്കും വാമ്പയർ ആയിരിക്കോ? അതുകൊണ്ടായിരിക്കും നിനക്ക് ബ്ലഡ് സൂപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ നിനക്ക് മാത്രമല്ലല്ലോ ബ്ലഡ് സൂപ്പ് ഇഷ്ടം, യോക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ യോം വാമ്പയർ ആണോ? അങ്ങനെ അതും ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അവനായിട്ട് കുഴപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ ഒരു പാക്കറ്റാന്നുണ്ടെങ്കിൽ പിടിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ ശരിക്കും ഒരു വാമ്പയർ ആണെന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിച്ചിരിക്കുകയാണ്. അപ്പൊ കമ്മീസ് ചോദിക്കുന്നുണ്ട്, ആ ഇരിക്കുന്ന പൂച്ചല്ലേ അത് വാമ്പയർ ആണെന്നൊക്കെ. ആ ഒരു സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേൾക്കാണ്. അത് വേറെ ആരുമില്ല, നമ്മുടെ യോ ആണ്. യോ എന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ണിന് വേണ്ടിയിട്ട് ആ ഒരു ബ്ലഡ് സൂപ്പ് വാങ്ങിച്ചോണ്ട് അവിടേക്ക് വന്നേക്കാണ്. യോയും കൂടി കാണുമ്പോഴേ കമ്മീസ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബ്ലഡ് സൂപ്പ് ലവേഴ്സിന്റെ റീയൂണിയനാ, എന്തിവിടെ നടക്കുന്നതെന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പോർക്ക് ബ്ലഡ് സൂപ്പ് വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കമ്മീസ് ആണെങ്കിൽ ഞങ്ങളുടെ കടയിൽ വിൽക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഈ ഒരു ബ്ലഡ് സൂപ്പിന് വരത്തില്ല എന്ന് പറയണേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇത് ട്രൈ ചെയ്ത് നോക്കാനും നമ്മുടെ യോ പറയുന്നുണ്ട്. യോ ഇത് പറയേണ്ട താമസം നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ആ ഒരു പാക്കറ്റും കൂടി വാങ്ങിച്ചു വെച്ചിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ യോവും പണ്ണും കൂടി ടെറസിൽ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ പണ്ട് അടുത്ത് ചോദിക്കുന്നുണ്ട്, യോ നീ എന്നുണ്ടെങ്കിൽ വാമ്പയറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. എന്തോന്ന് ഞാൻ സ്റ്റഡി ചെയ്യാനോ? ഞാൻ തന്നെ ഒരു വാമ്പയർ ആണ്, പിന്നെ എന്തിനാ ഞാൻ സ്റ്റഡി ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ പണ്ണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ യോയുടെ മൈൻഡിൽ ഇവനാൾ കൊള്ളാലോ, ഞാൻ ഇവന്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിക്കാൻ അറിഞ്ഞു വെച്ചിട്ടാണോ ഇവൻ നേരത്തെ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്? എന്തായാലും ശരിയാ, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അടുത്ത ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഈ ഏലിയൻസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെ, ഏലിയൻസ് ഒക്കെ എവിടെ നിന്നാ വന്നതെന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ പണ്ണാണെങ്കിൽ അത് ചില റിസർച്ച് ഒക്കെ പറയുന്നത് അത് എർത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ യോയുടെ മൈൻഡിൽ ഇതിനെ പറ്റിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, വാമ്പയറിനെ പറ്റി തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ പണ്ണിന്റെ അടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഈ വാമ്പയർ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ കഴുത്തി കടിക്കുമ്പോൾ വാമ്പയർ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയാണോ ഉണ്ടാവുന്നതെന്നോട് ചോദിക്കുമ്പോഴേ നമ്മുടെ പണ്ണാണെങ്കിൽ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ വാമ്പയർ ആയിരുന്നു. എന്റെ അമ്മയാണെങ്കിൽ ഒരു വാമ്പയറിനെ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ 1000 വർഷമായിട്ട് വാമ്പയർ ആയിട്ട് തന്നെ ജീവിക്കുകയാണെന്ന്. എന്നൊന്ന് 1000 വർഷമായിട്ട് നീ വാമ്പയർ ആയിട്ട് ജീവിക്കുകയാണെന്നോ? അപ്പൊ നീ ശരിക്കും വാമ്പയർ തന്നെയാണോ? അതുകൊണ്ടാണ് നിനക്ക് ബ്ലഡ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ നിനക്ക് സൂര്യപ്രകാശമൊക്കെ ഭയങ്കര പേടിയില്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ പണ്ണാണെങ്കിൽ ആ നീ പറഞ്ഞ ശരിയാണ്, പക്ഷെ നീ ഇതൊരിക്കലും ആരുടെ പോയിച്ചെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ. യോടെ മൈൻഡിലാണെങ്കിൽ ഇവൻ ശരിക്കും വട്ട് തന്നെയാണ്, എന്തൊക്കെയാ പറയുന്നത്, ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ തന്നെയാണെന്നൊക്കെ. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ പണ്ണെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പണ്ണാണെങ്കിൽ യോയുടെ അടുത്ത്, യോ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 1000 വർഷം കഴിഞ്ഞ്, ഞാൻ ഓരോ സ്ഥലത്ത് പോയി ചെന്ന് താമസിക്കുമ്പോഴും അവിടെയുള്ള ആൾക്കാർ യങ്ങായിട്ടിരിക്കും, അതേപോലെ തന്നെ അവർ വയസ്സാവും, അവർ മരിച്ചു പോകും. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന കാരണം ഓരോരുത്തരായിട്ട് വന്ന് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലം മാറി മാറി താമസിക്കാൻ തുടങ്ങി. ഫൈനലി ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതൊക്കെ. ഇതേക്ക് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ എന്തോന്ന് നീ ഇപ്പോൾ പറഞ്ഞത്, പക്ഷെ നീ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെന്നൊക്കെ അല്ലേ, അപ്പൊ നീ കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ നമ്മുടെ പണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നിന്റെ അടുത്ത് കള്ളം പറഞ്ഞത്, ആദ്യം എനിക്ക് നിന്റെ മേലെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നീ എനിക്ക് വേണ്ടി ബ്ലഡ് സൂപ്പ് വാങ്ങിച്ചിട്ട് വന്നില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായി നീ നല്ലൊരു ഇന്റൻഷനില്ല എൻ്റെ അടുത്ത് ഇടപഴകുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് സത്യം പറയാമെന്ന് തീരുമാനിച്ചത്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, പക്ഷെ നീ എന്നെ പറ്റിയിട്ടുള്ള ഒരു വിവരങ്ങളും ആരുടെ പറയാൻ പാടില്ല, എന്നെ ആളുകൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, പക്ഷെ നീ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് ആ ഓക്കെ, ഇത് ഞാൻ ആരുടെ പറയത്തില്ല എന്ന് പറയാണ്. ആരുടെ പറയത്തില്ല എന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചു എടുത്തിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഗൈസ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്തോണം, കാരണം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണുമ്പോഴേ ഇവര് 5 പേരായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. പക്ഷെ 5 പേരെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഈ 5ാമത്തെ പെണ്ണെന്ന് പറയുന്ന ആ ഒരു പെണ്ണെന്നുണ്ടെങ്കിൽ ഇവരെ കൂട്ടത്തിൽ വന്ന് സംസാരിക്കുന്നൊന്നുമില്ല. ഇവര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴേ ഇവർ 4 പേരെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഒരു പെണ്ണ് ഇവരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ശരി തന്നെ ദൂരത്തേക്ക് മാറിപ്പോയി ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. യോ നമ്മുടെ പണ്ണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ലൂയിസ് ആണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് തോന്നുന്നു അവന് വട്ടാണെന്ന്, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ വിചാരിക്കും പോലെയല്ല, ഞാൻ ശരിക്കും വാമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ പാക്ക് പറയണേ. എന്തോന്ന് നീ കണ്ടിട്ടുണ്ടെന്നാ, എവിടെ വെച്ച്? അത് വേറൊന്നുമല്ല, ഞാൻ മൂവീസിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് അവള് പറയാണ്. ഇവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ യോ ആണെങ്കിൽ അവനൊരു വാമ്പയർ ആവാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല, പക്ഷെ അവനൊരു ഏലിയൻ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവൻ ഏലിയൻ ആയിരിക്കും എന്നൊക്കെ. ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്റെ ഫ്രണ്ടിനും വട്ടായി, അതേപോലെ തന്നെ അവനും വട്ടായി, രണ്ടുപേർക്കും വട്ടാണെന്നൊക്കെ. ആ ഒരു സമയത്താണെങ്കിൽ ബോയ് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അവൾ ഷോക്കായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവളാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരുടെ അല്ല, ഇവരുടെ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെയാണ്. അപ്പോൾ ബോഡി കണ്ടു കിട്ടിയെന്ന് പറയുന്നത് കഴുത്തിലാന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബോഡിയിൽ ഒരു ബ്ലഡിന്റെ മയം പോലും ഇല്ലായിരുന്നു. ശരിക്കും വാമ്പേഴ്സ് വന്ന് കൊല്ലാനായിരിക്കും ചാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ ശരിക്കും വാമ്പേഴ്സ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല, അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല, അങ്ങനെ നടക്കാനേ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ വാമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ വിശ്വസിക്കത്തില്ല എന്നൊക്കെ. നിനക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വിശ്വാസം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയെന്നൊക്കെ നമ്മുടെ പാക്കും ബോയും കൂടി ചേർന്നിട്ട് ലൂയിസിനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഒരു കോളേജ് വരുമ്പോൾ തീരുമാനിക്കുന്നുണ്ട്, എന്തായാലും പണ്ണ് പറയുന്നത് അവനൊരു വാമ്പയർ ആണെന്നല്ലേ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുരിശിന്റെ മാല എടുത്തിട്ട് അത് നമ്മുടെ യോയെ
ഉറപ്പിക്കുന്നുണ്ട് അവൻ്റെ ഒരു വാമ്പയർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരിശുമാല കാണുമ്പോൾ അവൻ പേടിക്കുന്നു പറയാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യോ ആണെങ്കിൽ പണ്ണിനെ കാണാൻ വേണ്ടി വരുവാണ്. അവനാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് പോയി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അവന്റെ റൂമിലേക്ക് പോകണം നിനക്ക് ഉറപ്പാണോ? അവിടേക്കൊന്നും പോവണ്ട. അവൻ എങ്ങനെ നിന്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുറത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, അപ്പൊ നിന്നെ അവരെല്ലാരും കൂടി ഹെൽപ്പ് ചെയ്യും. അവനാണെന്നുണ്ടെങ്കിൽ കഴുത്തങ്ങനെ കടിച്ചു മുറിച്ച് കഴിഞ്ഞാൽ തീർന്നില്ല കാര്യം എന്നൊക്കെ. ഇതേക്കും നമ്മുടെ യോ ആണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് പണ്ണിനെ പറ്റി നന്നായിട്ട് അറിയാം, പണ്ണ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൻ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ പണ്ണിന്റെ റൂമിന്റെ വാതിക്കലാണ്. അവനാണെങ്കിൽ എത്തിയും വലിഞ്ഞൊക്കെ നോക്കുകയാണ് പണ്ണൊക്കെ വിളിച്ചോണ്ട്. പക്ഷെ അവിടെയെങ്കിലും പണ്ണിനെ കാണുന്നില്ല. ആ ഒരു സമയത്ത് അവിടേക്കാണ് ഒരു ലേഡി വരുന്നുണ്ട്. ലേഡി വന്ന പടം തന്നെ നമ്മുടെ യോയെ വിളിച്ചോണ്ട് പോവാണ്. ഇനി വാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ആന്റി പറയേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ അത് വേറൊന്നുമില്ല, നിനക്കറിയാവോ ഈ ഒരു ഫ്ലോറിൽ 2 റൂമിൽ പ്രേതമുണ്ട്, അതൊന്നും താണ്ട് ഈ ഒരു റൂമിലാണ്, നീ ഇതൊന്നും അറിയാൻ വയ്യാതാണ് അവിടേക്ക് കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എന്തോ ആന്റി പ്രേതോ, എനിക്ക് പേടിയാണ്, അതിനെ പറ്റി ഒന്നും പറയണ്ടെന്ന് പറയുമ്പോഴേ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞുതരാം, നിനക്കൊരു കാര്യം അറിയാവോ, ആ റൂമിൽ താമസിക്കുന്ന ആൾക്കാർ 2 ദിവസം മാത്രമേ താമസിക്കത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് താമസിക്കത്തില്ല. പക്ഷെ അവിടെ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യന്റെ മേലെ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. കാരണം അവനാണെങ്കിൽ വന്നിട്ട് ഇത്രയും നാളായി, അവനൊന്ന് പേടിക്കുക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ. ആന്റി ഇത് പറയാനുള്ള റീസൺ എന്താന്നൊക്കെ നമ്മുടെ യോ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ മുമ്പ് താമസിക്കുന്ന ഒരു പയ്യനുണ്ട്, അവൻ വല്ലാത്തൊരു എടാകുടം തന്നെയാണ്. എപ്പം നോക്കിയാലും ഏതെങ്കിലും പെൺപിള്ളാരെ ആൺപിള്ളാരെ എപ്പം നോക്കിയാലും ഈ റൂമിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഇത് വാച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്താ നടന്നത് നിനക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ യോ ആണെന്നുണ്ടെങ്കിൽ എന്തോ ആന്റി നടന്നത്, അത് വേറൊന്നല്ല, ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവനാണെന്നുണ്ടെങ്കിൽ റൂമിനകത്ത് പോയായിരുന്നു, തിരിച്ച് അവൻ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നത്. ഇതേക്ക് നമ്മുടെ യോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഇത്ര അത്ഭുതപ്പെടാന്, അത് വേറൊന്നുമല്ല, എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ ഞാൻ എന്താ കണ്ടേന്നറിയോ, എന്താ കണ്ട ആന്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ യോ ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ പുറത്തേക്ക് പോയത്, കറണ്ട് പാഴാക്കാൻ പാടണ്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്തെന്ന് പറയണേ. ഇതേക്കൊന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ആന്റി ചുമ്മാ എന്നെ പറ്റിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് കഥ പറയുന്നുണ്ടെങ്കിൽ പറ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നു പറയുമ്പോൾ ആന്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ ബാക്കി കാര്യം ഞാൻ പറയാം. ഞാൻ അങ്ങനെ റൂമിലേക്ക് കയറി നോക്കിയപ്പോൾ ഞാൻ എന്താ കണ്ടേന്നറിയോ, അവൻ നേരത്തെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു പെണ്ണില്ലേ, ആ ഒരു പെണ്ണ് അവിടെ മരിച്ചിടക്കുന്നേ ഞാൻ കണ്ടത്. അവിടെ കഴുത്തിലാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് കഴുത്തിലൊരു പാടം ഉണ്ടായിരുന്നല്ലേ, ആ പാടം ഉണ്ടായിരുന്നു, എന്തോ ഒന്ന് കടിച്ച പാട്, പക്ഷെ അത് കൊതുകായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആന്റി പറയുന്നുണ്ട്. യോയ്ക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ആന്റി ചുമ്മാ തമാശയൊന്നും നടക്കാതെ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ആന്റി എന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു ലുക്കൊക്കെ വിടുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഒരു ആന്റിയുടെ മേലിലും ഡൗട്ട് ഉണ്ട്, ഈ ഒരു ഫ്ലോറിൽ 2 റൂമിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പണ്ട് റൂമിലാണെന്ന് പറയുന്നത്, രണ്ടാമത്തത് വരാനുള്ള ചാൻസ് നമ്മുടെ യോയുടെ റൂമിൽ തന്നെയായിരിക്കും. അങ്ങനെ ഈ ഒരു കഥകളൊക്കെ കേട്ട് പേടിച്ച് നമ്മുടെ യോ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബോയെ കോൾ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്, വാമ്പയർ ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പുറകെ കൂടെ നമ്മുടെ പണ്ണ് വരുന്നുണ്ട്. പണ്ണ് കണ്ടിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പേടിക്കാണ്. പണ്ണാന്നുണ്ടെങ്കിൽ ഇവൻ കോൾ ചെയ്യുന്ന കാരണം മിണ്ടാതെ അങ്ങ് നടന്നു പോവാണ്. പെട്ടെന്ന് തന്നെ ബോയ് എടുത്ത് ബോയ് ഞാൻ പണ്ണ് കണ്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ മനസ്സിങ്ങനെ ഉറപ്പിക്കുകയാണ്, എന്ത് വന്നാലും ശരിയാണ് ഈ ഒരു കുരിശുമാല ഞാൻ എന്തായാലും പണ്ണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പണ്ണ് വിളിച്ചിട്ട് ഓടി അവന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ അടുത്തൊന്നും നിൽക്കുന്നില്ല, നോൺ സ്റ്റോപ്പ് ഇല്ലാതെ അവിടെ നിന്ന് ഓടി പോവാണ്. പണ്ണാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ്. അങ്ങനെ പണ്ണാണെങ്കിൽ നേരെ അവന്റെ ഫ്ലോറിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ ആ ഒരു ഡോറിന്റെ ലോക്കിന്റെ അവിടെ ആ ഒരു കുരിശുമാല ഇട്ടേക്കാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാണെങ്കിൽ അത് കയ്യിലെടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ യോയുടെ റൂമിന്റെ അവിടെ നിന്ന് എത്തി വിളിഞ്ഞ് നോക്കുകയാണ്. നമ്മുടെ പണ്ണത് എടുത്തോന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാണെങ്കിൽ യോയുടെ റൂമിലേക്ക് നോക്കുന്ന കാണുമ്പോൾ യോ എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്. കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ പണ്ണാണെങ്കിൽ നമ്മുടെ യോയുടെ റൂമിന്റെ അവിടെ വന്നിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പണ്ണാണ് പുറത്തേക്കുന്നത്. പണ്ണെ കണ്ട് പേടിച്ച് പാടത്തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ട് ഒരു മഫ്ലറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇവനിങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. പണ്ണിങ്ങനെ നോക്കുന്ന കാണുമ്പോൾ നമ്മുടെ യോ ആണെങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു, അതുകൊണ്ട് ഇത് കിട്ടേന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മുടെ പണ്ണാണെങ്കിൽ യോയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡ് സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴെല്ലാം നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ആ ഒരു മഫ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ്, അതായത് കഴുത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ. എങ്ങനെ ഇവനെങ്ങാനും വന്ന് കടിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഇതാന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ണ് മനസ്സിലാവുന്നുണ്ട്, നീ വെറുതെ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും നിന്റെ കഴുത്തൊന്നും കടിച്ച് ബ്ലഡ് ഒന്നും കുടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ പണ്ണ് പറയുന്നുണ്ട്. യോ ആണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നീ ഭയങ്കരമായിട്ട് തണുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തതെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പണ്ണാണെങ്കിൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു കുരിശുമാല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവനിങ്ങനെ കയ്യിൽ ഇങ്ങനെ കുരിശുമാല പിടിച്ചേക്കുന്ന കാണുമ്പോഴേ നമ്മുടെ യോടെ മൈൻഡിലെ ഇവനിപ്പോ കുരിശുമാല പിടിച്ചേപ്പോണ്ടല്ലോ, അപ്പൊ ശരിക്കും വാമ്പയർ ഒന്നും അല്ലേന്ന് നമ്മുടെ പണ്ണാണെങ്കിൽ ഇത് നിന്റെ അല്ലേന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ മാല തന്നെയാണ്, പെട്ടെന്ന് ഈ മാല കണ്ടപ്പോഴേ എനിക്ക് കൊള്ളാൻ തോന്നി, ഇത് നിനക്ക് സ്യൂട്ട് ആവാൻ തോന്നി, അതുകൊണ്ട് നിനക്ക് വാങ്ങിച്ചെന്നൊക്കെ. ഇതേക്ക് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ശരിക്കും നീ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് നമ്മുടെ യോ പറയാണ്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചില്ലേ, നീ തന്നെ എന്റെ കഴുത്തി ഇട്ട് തരാന് നമ്മുടെ പണ്ണ് പറയുന്നുണ്ട്. യോ എന്നുണ്ടെങ്കിൽ എന്തെന്ന് ഞാൻ കഴുത്തി ഇട്ട് തരാനാ, നീ ഇത് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് തന്നേലേ, അപ്പൊ പിന്നെ നീ തന്നെ കഴുത്തി ഇട്ട് തരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാതെ അവനാന്നുണ്ടെങ്കിൽ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാണ്. കഴുത്തി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ പണ്ണാണെങ്കിൽ നമ്മുടെ യോയെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. നിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ഫ്രാഗ്രൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, അത് ശരിക്കും ബ്ലഡ് സൂപ്പിനേക്കാളും സൂപ്പറാണ്, ഇന്നത്തെ നൈറ്റ് ഞാൻ നിന്നോട് സ്റ്റേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ വല്ലാണ്ടാവുന്നുണ്ട്. എന്താ നീ ഇപ്പൊ പറഞ്ഞത് എന്നോട് സ്റ്റേ ചെയ്യാനാ?
നിന്റെ കൂടെ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്തോട്ടെ, ഇന്ന് നൈറ്റ് ഫുള്ളി സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ഫ്രാഗ്രൻസ് എനിക്ക് സ്മെല് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഇല്ല അതൊന്നും പറ്റത്തില്ല എന്ന് പറയണേ. എന്തുകൊണ്ട് പറ്റത്തില്ല? ഇനി ഒരു പക്ഷേ നിന്റെ റൂമിലുള്ള ഗോസ്റ്റ് കാരണമാണോ എന്നൊക്കെ നമ്മുടെ പണ്ണ് ചോദിക്കുന്നുണ്ട്. പണ്ണിങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോഴേ നമ്മുടെ യോയ്ക്ക് അതിന് ഭയങ്കരമായിട്ട് പേടിയാവാണ്. നീ എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല, എന്റെ ഫ്രണ്ട്സ് ഇന്ന് റൂമിലേക്ക് വരും, അതേപോലെ തന്നെ എന്റെ അനീതിയും വരും എന്നൊക്കെ പറയുമ്പോഴേ ഓക്കെ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ നിന്റെ ഫ്രണ്ട്സും അനീതിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാന്ന് പറയണേ. അതിന് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ നമ്മുടെ യോടെ അനീതി വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് അനീതി വരുന്നത്, ഇപ്പൊ അനീതി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഫോണും എടുത്തോണ്ട് ബാൽക്കണി പോയിച്ചെന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അനീതി അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നീ എന്തിനാ വിളിച്ചെന്നൊക്കെ. അനീതി എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും കൊണ്ട് വിളിച്ചല്ല, ഞാൻ നിന്നെ മിസ് ചെയ്ത് അതുകൊണ്ട് വിളിച്ചെന്നൊക്കെ. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ ഇന്ന് നൈറ്റ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അനീതി എടുത്ത് ചോദിക്കുന്നുണ്ട്. അനീതി എന്നുണ്ടെങ്കിൽ എന്താ നീ എന്നെ മിസ് ചെയ്തെന്നാ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ എന്നൊക്കെ. പ്ലീസ് എടി ഇന്നൊരു നൈറ്റ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ കെഞ്ചി ചോദിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ ഇന്ന് വരാന്നൊക്കെ നമ്മുടെ ജാം പറയാണ്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ നേരെ പണിൻ്റെ അടുത്ത് നിന്നിട്ട് ഇന്ന് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അനീതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനീതിയും കൂടി മീറ്റ് ചെയ്യാമല്ലോ, അനീതി മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലി മീറ്റ് ചെയ്ത പോലെ അല്ലേ എന്നൊക്കെ നമ്മുടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവനാന്നുണ്ടെങ്കിൽ താങ്ക്സും പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ ഇത്രയും വർഷക്കാലം ജീവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഒരു ഹ്യൂമൻ്റെ അടുത്ത് നിന്ന് ഒരു ഗിഫ്റ്റും കിട്ടിയപ്പില്ല, പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് കിട്ടിയത്, ഞാൻ ഇതുവരെ ആടെ കൂടി സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ട് നീ എനിക്ക് ഗിഫ്റ്റ് തരുകയും ചെയ്ത് അതേപോലെ തന്നെ നീ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുകയും ചെയ്ത് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പണ്ണ് ഒരുമാതിരി ഇമോഷണൽ ആവുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ കമിസായും ജാമും യോവും പണ്ണും കൂടി ചേർന്നിട്ട് ഒരു കേക്കുമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന്. നമ്മുടെ പണ്ണാണെങ്കിൽ ക്യാൻറ്റീനിൽ ഊതാൻ വേണ്ടി പോകുമ്പോൾ ഊതല്ലേ ആദ്യമേ വിഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ യോ പറയുന്നുണ്ട്. വിഷ് പറയാനാ, അതങ്ങനെ പറയേണ്ടതെന്നൊക്കെ നമ്മുടെ പണ്ണ് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോൾ പറയാന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഞാൻ ഇനി ഒരുപാട് വർഷക്കാലം ജീവിക്കണം, അതും ഞാൻ യോടെ കൂടെ തന്നെ ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്കൊന്നും ബാക്കിയുള്ളവരൊന്നും ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ണ് ചോദിക്കുന്നുണ്ട് ഈ കേക്ക് ആരാ വാങ്ങിച്ചോണ്ട് വന്നേന്നൊക്കെ. അത് ജാമ വാങ്ങിച്ചോണ്ട് വന്നേന്നൊക്കെ നമ്മുടെ യോ പറയുന്നുണ്ട്. ജാമാണ് വാങ്ങിച്ചോണ്ട് വന്നത്, എന്നാ പിന്നെ ഞാൻ പിന്നെയും വിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. കമിസായിക്കും ജാമിനും യോയ്ക്കും എന്റെ പൂച്ചയ്ക്കും എനിക്കും ജീവിതകാലം മുഴുവൻ ബ്ലഡ് സൂപ്പ് കിട്ടണമെന്നൊക്കെ ഇവൻ വിഷ് ചെയ്യുന്നുണ്ട്. ഇവനിങ്ങനെ എപ്പം നോക്കിയാലും ബ്ലഡ് സൂപ്പിന്റെ കാര്യം പറയുന്ന കേൾക്കുമ്പോഴേ ജാമാന്നുണ്ടെങ്കിൽ യോ എടുത്ത് എന്തോ ഇവനെപ്പം നോക്കിയാലും ഇതിനെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് വാമ്പയറിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അയ്യോ വാമ്പയർ അല്ല, പണ്ണ് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഫുഡാണെന്നൊക്കെ നമ്മുടെ യോ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം യോ പണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു കേക്കിൽ എഴുതിയേക്കുന്നത് നിനക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. അതെന്താ എനിക്ക് വായിക്കാൻ അറിയത്തില്ല എന്നൊക്കെ നമ്മുടെ പണ്ണ് ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ മുടിയാന്നുണ്ടെങ്കിൽ മൂക്കിന്റെ അവിടെ വരെ ഉണ്ട്, അതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ചതെന്നൊക്കെ നമ്മുടെ യോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് രണ്ടൊരു തമാശ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം എല്ലാവരും റൂമിലേക്ക് പോവാണ്. നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ വന്ന് കിടക്കുകയാണ്. അതേസമയം നമ്മുടെ യോടെ അനിയത്തി പരാതി പറയാണ് നിന്റെ എന്തൊരു റൂമാണോ ഇത്, ഞാൻ ഇപ്പോഴാന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ ഒരു രൂപം കണ്ടതേ ഉള്ളൂ, ഇവിടെ ആരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ ആരെ കണ്ടെന്നാ ഈ പറയുന്നത്, ഇത്ര ദിവസമായിട്ട് ഞാൻ താമസിക്കുന്നില്ലേ, ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയണേ. എന്നാലും ശരി നമ്മുടെ യോയ്ക്ക് ചെറിയ രീതിയിൽ ഒരു പേടിയൊക്കെ ഉണ്ട്. അതേസമയം ഇവിടെ പണ്ണാണെങ്കിൽ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ കടന്നുകൊണ്ട് ആലോചിക്കുകയാണ് എന്റെ ലൈഫിന് ഇതുവരെ ഒരു പർപ്പസും ഉണ്ടായിരുന്നില്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത് പോലെ എനിക്കറിയത്തില്ല, ഒരുപാട് ടൈം ഞാൻ മരിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്, പക്ഷെ എന്തോ എന്റെ ലൈഫിന് ഇപ്പോൾ ഒരു പർപ്പസ് ഞാൻ കണ്ടുപിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ യോടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മൊമെന്റ്സ് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ബോയെ വിളിക്കുകയാണ്. ബോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ആ ഒരു കുരിശുമാല പണ്ണ് കൊടുത്തായിരുന്നു, പക്ഷെ ഒരു ചേഞ്ചസും ഉണ്ടായിരുന്നില്ല, അതിന്റെ അർത്ഥം അവൻ വാമ്പയർ അല്ല എന്നല്ലേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, വെളുത്തുള്ളി ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോയ് പറയുന്നുണ്ട്. വെളുത്തുള്ളിയോ, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നൊക്കെ നമ്മുടെ യോ പറയുമ്പോൾ നിനക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നൊക്കെ നമ്മുടെ ബോയ് ചോദിക്കുന്നുണ്ട്. പണ്ട് ഞാൻ ബാലരമ വായിക്കുമ്പോൾ ഡ്രാക്കുള എന്നുള്ള കഥ വരുമ്പോൾ ശവപ്പെട്ടിയുടെ മുമ്പിലായിട്ടൊക്കെ ഈ വെളുത്തുള്ളി പൂക്കളൊക്കെ വിതറുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ശരിക്കും വാമ്പേഴ്സിനൊക്കെ വെളുത്തുള്ളി പൂക്കളൊക്കെ പേടിയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇവിടെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ യോ എടുത്ത ആ ഒരു മാലയെ പിടിച്ചിട്ട് ഇനി ഒരു പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞ് കിടക്കുവാണ്. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.